ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഇൻസിഡൻറ്റ് ഇന്നുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പത്മ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു സത്യം നമ്മുടെ അർജുനും അഞ്ജലിയും പോയി തപ്പി കണ്ടുപിടിച്ചിരിക്കുകയാണ്. CCTV നിന്നും നമ്മുടെ പത്മയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത്, നമുക്കറിയാം അനുപമ അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നത് ഏകദേശം ഒരു ഉറപ്പിലെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പരീക്ഷണങ്ങൾ നടത്തുകയാണ് അനുപമ. നമ്മുടെ അർജുൻ ശംഖുചക്രത്തിലേക്ക് വന്നു കയറുമ്പോൾ മനം പോലെ മംഗല്യം എന്ന് വിളിച്ചു പറയുകയാണ് അനുപമ. കാരണം അനുപമയ്ക്കറിയാം, ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അർജുനും അഞ്ജലിയും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുപമ അങ്ങനെ പറയുമ്പോൾ ഉറപ്പായിട്ടും അർജുൻ തിരിഞ്ഞു നോക്കും. അപ്പോൾ അനുപമ ഇങ്ങനെ പറയുമ്പോൾ അർജുൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അനുപമ എല്ലാം മനസ്സിലാക്കി പിടികിട്ടി എന്നൊരു മുഖഭാവത്തോടെ നിൽക്കുന്നതാണ് നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും അതിനുശേഷം രണ്ടാമത് നമ്മൾ പ്രൊമോയിൽ കാണുന്ന സീന് എന്ന് പറയുന്നത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന, ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സീനാണ്. വേറൊന്നുമില്ല, നമ്മുടെ അഞ്ജലി കുട്ടി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ ഒരു സമയത്ത് താലി അഴിച്ചു വെക്കാറില്ലല്ലോ നമ്മുടെ അർജുൻ കിട്ടിയത്. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് കിട്ടുന്ന സമയത്ത് ശ്യാമളാമ്മ ഇങ്ങനെ വരികയും ഈ സംഭവം കാണുകയും ചെയ്യുകയാണ്, ഈ താലി. പിന്നെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പ്രൊമോയിൽ കണ്ടല്ലോ. ഈ ഒരുമ്പെട്ടവൾ നമ്മൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനോട് പറയുകയാണ്, ശിവരാമനോട്. ശിവരാമനാണെങ്കിൽ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നിൽക്കുന്നൊരു സീനാണ് കേട്ടോ നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. ഏറെ ആശങ്കകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അഞ്ജലി എന്ത് ചെയ്യും, ഇതിനെങ്ങനെ മറുപടി പറയും, അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യും, അതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നാളെ നമ്മൾ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.